ആണലത്ത് ആസിഡ് കുടിച്ച് യുവതി ആത്മഹത്യ ചെയ്തു. ആസിഡ് കുടിച്ചത് ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ വെച്ച്. ചർലക്കുട സ്വദേശി ഫാത്തിമത്ത് സുഫൈദയാണ് മരിച്ചത്. ഭർത്തൃവീട്ടുകാരുടെ പീഡനം കാരണമാണ് എന്നാണ്. എൻ്റെ പെങ്ങന്മാരെ, എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഒരു ഭർത്താവിൻ്റെ വീട്ടിലൊരു ദുരിതം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത് കരഞ്ഞു തീർക്കേണ്ടതല്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മഹത്യകളൊക്കെ ചെയ്ത് ജീവിതം നിങ്ങൾക്ക് തീരാനുള്ളതല്ല. ഈ ഒരൊറ്റ ഒരാളില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചു പോകും. അവർ പോയാൽ പോയിക്കോട്ടെ, ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാനില്ല. ഒരു വിവാഹമോചനം നടത്തി എന്ന് വിചാരിച്ച് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല, നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും തന്നെ നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കരുത്. ഇത് സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. രണ്ടാം വിവാഹം നടന്നു പോയാൽ അല്ലെങ്കിൽ ഒരു വിവാഹമോചനം ആയിപ്പോയാൽ അതൊക്കെ മോശമാണ് എന്ന്. നമുക്ക് ഒത്തുപോകാൻ കഴിയാത്തവരെ, അത് ഭർത്താവായാലും കൂട്ടുകാരായാലും കുടുംബമായാലും, അവരെ നമ്മൾ മാറ്റി നിർത്തണം. മനസ്സമാധാനമാണ് പ്രധാനം. നമ്മുടെ ജീവിതമാണ് നമുക്ക് പ്രധാനം. അതിനെ ഇഷ്ടപ്പെടുക. അതിന് തടസ്സമായി നിൽക്കുന്നത് ഇനി ഭർത്താവാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും അവരെ നമ്മൾ മാറ്റി നിർത്തുക. എന്നാൽ നമുക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാകും.